കുഞ്ചാക്കോ ബോബന്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ OTT-ൽ വന്നു കഴിഞ്ഞിട്ടും ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. അത്യാവശ്യം ആളുകൾ ഈ നോമ്പ് കാലത്തും ആ സിനിമയ്ക്ക് ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഈ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ 11 കോടിയാണെന്നും 13 കോടി ചിലവുള്ള സിനിമയ്ക്ക് 11 കോടി മാത്രമാണ് തിയേറ്ററിൽ നിന്നും കിട്ടിയത് എന്ന തരത്തിൽ ഒരു റിപ്പോർട്ടാണ് അവർ ഇപ്പോൾ എല്ലാ മാസവും ഇറക്കുന്ന പുതിയ ഒരു പട്ടികയിൽ ഉള്ളത്. എന്നാൽ ഈ എമൗണ്ട് ശരിയല്ല എന്നാണ് കുഞ്ചാക്കോ ബോബൻ ഇന്നലെ മനോരമയുടെ ആയിട്ട് ഇറങ്ങിയ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത്. കുഞ്ചാക്കോൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വസ്തുതകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്കുകളൊന്നുമല്ല യഥാർത്ഥ കണക്ക് അദ്ദേഹത്തിന് അറിയാം. എന്നാൽ അദ്ദേഹം പുറത്തു പറഞ്ഞിട്ടില്ല. അത് പുറത്തേക്ക് പ്രൊഡ്യൂസേഴ്സ് കൊണ്ടുവരണം, അല്ലാതെ ഈ കണക്കല്ല പുറത്തേക്ക് വിടേണ്ടത് എന്നാണ് കുഞ്ചാക്കോ ബോബൻ പറയുന്നത്. അപ്പൊ ഇതിൽ ആരാണ് കണക്ക് കൊടുക്കുന്നത് എന്നൊരു കൺഫ്യൂഷൻ. പ്രൊഡ്യൂസറാണല്ലോ കൊടുക്കുന്നുണ്ടാവുക. ഈ പ്രൊഡ്യൂസർ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കണക്ക് തന്നെ ആയിരിക്കണം തിയേറ്റർ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തേക്ക് വിടേണ്ടത്. ഇത് കൊടുക്കുന്ന ആരാണെന്ന് നമുക്ക് സോഴ്സ് അവർ പറയുന്നതാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. കാരണം അവരൊരു സംഘടന ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് മാത്രമാണ് മനസ്സിലാക്കാൻ ഉള്ളത്. ഇതിന്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് പല പ്രൊഡ്യൂസർമാരും ഒരു പുതിയ കണക്ക് പുറത്തു വിടുന്നതിൽ അത്ര തൃപ്തരല്ല. ഇതിന്റെ മറ്റൊരു സൈഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന കണക്കനുസരിച്ചിട്ടാണ് പല മാധ്യമങ്ങളും ഈ സിനിമ വിജയമാണോ പരാജയമാണോ എന്നെല്ലാം പറയുന്നത്. ഈ സിനിമ ഇപ്പോൾ ഒരു പരാജയ ചിത്രം എന്ന രീതിയിലാണ് ആൾക്കാർ കാണുന്നത്. എന്നാൽ ഇതിന്റെ അണിയറ പ്രവർത്തകരെല്ലാം പറയുന്നുണ്ട് ഈ സിനിമ വിജയ ചിത്രമാണ്. ഈവൻ കുഞ്ചാക്കോ ബോബൻ വരെ പറയുന്നുണ്ട്, അയാൾ ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ഈ സിനിമ ഒരു ഹിറ്റ് സിനിമയാണ് എന്ന് തന്നെ പറയുന്നത്. അതിന്റെ ഒരു എന്താ പറയാ എമൗണ്ടും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് നന്നായിട്ട് ധാരണയുണ്ട് എന്നെല്ലാം ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. ഇതിന്റെ ടോട്ടൽ കളക്ഷൻ ആയിരിക്കണമല്ലോ ഒരു സിനിമയുടെ എന്താ പറയാ അതിന്റെ ഒരു കളക്ഷനും, അല്ലെങ്കിൽ അത് ഹിറ്റാണോ ഹിറ്റല്ലേ, അല്ലെങ്കിൽ അത് ടോട്ടൽ പ്രോഫിറ്റിന് തീരുമാനിക്കുന്നത്. എന്നാൽ ഇതൊന്നും നോക്കാതെ തിയേറ്ററിൽ നിന്നും മാത്രം ലഭിക്കുന്ന, ഓവർസീസിൽ നിന്നും ലഭിക്കാത്ത കണക്കുകളൊക്കെ വെച്ചിട്ട് കൊടുക്കുമ്പോൾ പലർക്കും ഇതൊരു അമർഷമുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ മാർച്ച് മാസം വലിയ സിനിമകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ 27-ാം തീയതി എമ്പുരാൻ ഇറങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത മാസം ബസൂക്ക ഇറങ്ങുന്നുണ്ട്, ആലപ്പുഴ ജിംഖാന ഇറങ്ങുന്നുണ്ട്, വിഷു സിനിമകൾ കുറെ ഇറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് തുടരും ഇറങ്ങുന്നുണ്ട്, മെയിലാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാം കണക്കുകൾ എങ്ങനെയായിരിക്കും വരിക എന്ന് നമുക്ക് അറിയില്ല. എങ്ങനെയായിരിക്കും തിയേറ്ററിൽ നിന്നുള്ള പ്രോഫിറ്റ് മാത്രമായിരിക്കുമോ അവർ വെക്കുന്നത്, അല്ലെങ്കിൽ ലോസ് ആണെങ്കിൽ തിയേറ്ററിൽ നിന്നുള്ള അത് മാത്രമാണോ അവർ നോക്കുന്നത്? മൊത്തത്തിലുള്ള ഒരു പരിപാടി, അതായത് മൊത്തത്തിൽ ഒരു ഫുൾ ബിസിനസ് കഴിഞ്ഞ് പട്ടിക പുറത്തിറക്കുമ്പോഴല്ലേ ആ ഒരു സിനിമ എത്രത്തോളം ഹിറ്റാണെന്നോ അല്ലെങ്കിൽ അത് എത്രത്തോളം ലോസ് ആണെന്നോ അറിയുന്നത്. അല്ലാതെ ഒരു ഭാഗത്തിൽ നിന്ന് മാത്രമുള്ള ഒരു കണക്ക് എടുക്കുമ്പോൾ, അതായത് തിയേറ്ററിൽ നിന്ന് മാത്രം, കേരളത്തിലെ തിയേറ്ററിൽ നിന്ന് മാത്രമുള്ള കണക്കെടുത്തിട്ട് ഒരു സിനിമ ഹിറ്റാണോ ലോസ് ആണോ എന്ന് പറയുന്ന രീതിയല്ല ഇപ്പോൾ. കാരണം ഓവർസീസ് ഉണ്ട്, ഓവർസീസിലെ ആ ഒരു കളക്ഷൻ ഒന്നും എടുക്കുന്നില്ല എന്നാണ് അറിയുന്നത്, ഇതിന്റെ ഉള്ളിലുള്ള ആൾക്കാർ പറഞ്ഞ് അറിയുന്നത്. അപ്പൊ എന്തായാലും ഏത് തരത്തിലായിരിക്കും ഇത് പോകുന്നത് നമുക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, പലർക്കും ഇതിൽ പല അമർഷമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തായാലും കാണാം.